അസ്ഹാബുൽ മൈമന സൗഭാഗ്യവാന്മാർ. അസ്ഹാബുൽ മൈമന, ആ സൗഭാഗ്യവാന്മാർ ആരാണെന്ന് നബിയെ നിങ്ങൾക്കറിയോ? ആരാണ് നബിയ സൗഭാഗ്യവാന്മാർ? എന്താണ് ഈ സൗഭാഗ്യവാന്മാർ? അവരുടെ സൗഭാഗ്യം എത്ര വലുതാണ് നബിയെ, അത് പറഞ്ഞാലും എഴുതിയാലും തീരാത്തതാണ്. മാ അസ്ഹാബുൽ മൈമന. കണ്ടോ, ചോദ്യ ശൈലിയിൽ വിഷയത്തെ അങ്ങോട്ട് പർവ്വതീകരിക്കുകയാണ്. ചോദ്യ ശൈലിയിൽ വിഷയത്തെ പർവ്വതീകരിക്കുന്ന ശൈലി പലപ്പോഴും ഉണ്ട് മലയാളത്തിലും. അവരാരാ എന്ന് ചോദിച്ചാൽ അവര് വലിയൊരു കൂട്ടരാണെന്ന് മനസ്സിലാവും. മോശപ്പെട്ട ഒരു കൂട്ടരെ പറ്റിയാണെങ്കിൽ അവര് വളരെയധികം ദുഷിച്ച ഒരു വിഭാഗമാണ് ആ ചോദ്യം കേട്ടാ മനസ്സിലാവും. നമ്മളിപ്പോ നല്ല ഒരാളെ പറ്റി ഇങ്ങനെ അവതരിപ്പിക്കുക, അയാളുടെ ആ പവറും അയാളുടെ ക്രെഡിറ്റും അയാളുടെ കഴിവും സ്വാധീനവും ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു അവനേതാ മോന്. നമുക്ക് തിരിയത് ഇനി വിശദീകരിക്കേണ്ടതില്ല. അവനേതാ മോന് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞതിന്റെ അർത്ഥം തിരിയും. അയാളെ ശരിക്കും മദ്ഹ് ചെയ്യുകയാണ്. അതേ രൂപത്തിൽ തന്നെ ഒരാളെ ഒരു കാട്ടുകള്ളനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവനെ പറ്റിയും നമ്മൾ പറയും അവനേതാ മോന് എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന്റെ വിഷയത്തിൽ. അപ്പൊ അതേ രൂപത്തിൽ സൂറത്തുൽ വാഖിയയിലും രണ്ട് ശൈലി അല്ലാഹു ഉപയോഗിച്ചത് കാണാം. ഉത്തമ ജനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും അങ്ങനെ ചോദ്യം ചോദിച്ച് കൺഫ്യൂഷൻ ആക്കി അവിടെ വെക്കും. കാരണം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ നമുക്ക് ഈ യാഥാർത്ഥ്യം പഠിപ്പിച്ചു തരുന്നു. അതാണ് ആ ശൈലി. അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. അപ്പോൾ സൗഭാഗ്യവാന്മാർ, അവരുടെ സൗഭാഗ്യം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരെത്ര വലിയ സൗഭാഗ്യവാന്മാരാ. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ഹതഭാഗ്യർ, അവരെ പോലത്തെ ഹതഭാഗ്യർ മറ്റാരുണ്ട്? പരാജയപ്പെട്ടാൽ അവരെ പോലെ പരാജയപ്പെട്ടവരാരുമില്ല മഹ്ശറയിൽ. അസ്ഹാബുൽ മശ്അമ, ലക്ഷണം കെട്ടവർ, ഭാഗ്യക്കേടിന്റെ ആളുകൾ. അവർ അസ്ഹാബുൽ മശ്അമ, അവരുടെ ഹാലെന്താ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ വിഭാഗത്തിനെ പറയാം. അതേസമയം നന്മയിലേക്ക് മുന്നേറുന്ന ചില ഭാഗ്യവാന്മാരുണ്ട്. നന്മയിലേക്ക് മുന്നേറുന്ന ആ എ ഗ്രേഡുകാർ, അവർ പരലോകത്തും എ ഗ്രേഡുകാർ തന്നെയാണ്. നന്മയിൽ മുന്നിൽ നിൽക്കുന്നവർ പരലോകത്തും മുന്നിലാണ്. ദുനിയാവിൽ സാബിഖീങ്ങളായവർ പരലോകത്തും സാബിഖീങ്ങളാണ്. ദുനിയാവിൽ നന്മയുടെ പക്ഷത്തെ എല്ലാ വിഷയത്തിലും ഒന്നാം സഫിൽ കണ്ടിരുന്നവർ, നന്മയിലേക്ക് മുന്നേറുന്നവർ, അസ്സാബിഖൂൻ, അവർ സ്വർഗത്തിനും ഉന്നത ഗ്രേഡുള്ളവരാണ്. എ ഗ്രേഡുകാർ തന്നെ, ഒന്നാം ബാച്ച് തന്നെ. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവൻ അല്ലാഹുവിന്റെ അടുത്ത് പ്രത്യേകം സാമീപ്യം നേടിയ മഹാന്മാരാണ്. സുഖലോക സ്വർഗത്തിലാണ് കേട്ടോ രാജാതിരാജനായ റബ്ബിന്റെ സാമീപ്യം നേടിയത്. എന്തിനു പറഞ്ഞു? ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ ആയത്തുകളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. എന്തിനാണ് ആ ആയത്ത് അവിടെ പറഞ്ഞത് എന്നുള്ളത് ഓരോ ആയത്തുകളും അർത്ഥമില്ലാതെ പോകില്ല. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഈ സാബിഖീങ്ങളുണ്ടല്ലോ, മുഖറബീങ്ങളായ വിഭാഗം, അല്ലാഹുവിനോട് അടുത്ത വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന വിഭാഗം, അവര് സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, മുൻഗാമികളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ വളരെ 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 കുറച്ച്, അങ്കുലി പരിമിതമായിരിക്കും ഇവർ. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മുൻഗാമികൾ അങ്ങനെ എടുത്താൽ അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏതു മഹാനെ നിങ്ങൾ എടുത്താലും അവരൊക്കെയും മുഖറബീങ്ങളാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു കൂട്ടം തന്നെയുണ്ട്. ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ വളരെ തുച്ഛമേ ഉണ്ടാകും. അപ്പൊ ഇന്നുമുണ്ട് മുഖറബീങ്ങൾ, അത് ഉറപ്പാ. ഖിയാമത്ത് നാൾ വരെ മുഖറബീങ്ങൾ ഉണ്ടാകും. അല്ലാഹനെ പേടിച്ച് 100% പടച്ചോനെ പേടിച്ച് പൊരുത്തപ്പെട്ട വഴിയിലൂടെ നീങ്ങുന്ന മുഖറബീങ്ങൾ ഇവിടെ ഉണ്ടാകും. നന്മയുടെ പക്ഷത്ത് എല്ലാ ഭാഗത്തും 100% ഹാജർ ഉറപ്പാക്കുന്ന മുഖറബീങ്ങൾ ഇവിടെ ഉണ്ടാകും.
പക്ഷെ അവരെ കണ്ടെത്തണമെങ്കിൽ നല്ല പ്രയാസപ്പെടും. കാരണം ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലത്ത് വളരെ 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 ഖലീലായി. അതുകൊണ്ടാണ് ഇന്നൊരു പൂർണ്ണ മുത്തക്കിയെ കണ്ടു കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. പക്ഷെ ഖിയാമം വരെ അത് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വഖലീലും മിനൽ ആഖിരീൻ. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ വിശാലമായ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഈ അസ്ഹാബുൽ മൈമന എന്നതിനെ ഈ സൂറയിൽ തന്നെ ഇനി തൊട്ടടുത്ത സ്റ്റെപ്പിൽ പരിചയപ്പെടുത്തിയത് അസ്ഹാബുൽ യമീൻ എന്നാണ്. അസ്ഹാബുൽ യമീൻ മൂന്നാമത് പരിചയപ്പെടുത്തുന്നത് അസ്ഹാബുൽ യമീൻ എന്നാണ്. എന്നാൽ മറ്റു പല വിഭാഗങ്ങളെയും ഇങ്ങനെ മാറി മാറി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അസ്ഹാബുൽ മശ്അമനെ പരിചയപ്പെടുന്നത് അസ്ഹാബുൽ ഷിമാൽ എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുഖദ്ദിബീൻ അദ്ദാലീൻ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എന്തുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിൽ പരിചയപ്പെടുത്തി എന്നതൊക്കെ സൂറ കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചെറിയ അവലോകനം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമുക്ക് സൂറത്തുൽ വാഖിയ വലിയ ഒരു സംഭവമാണ്, വലിയൊരു ലോകമാണെന്ന് മനസ്സിലായത്. അപ്പൊ അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മൈമനത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം, അപ്പൊ സൗഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ മൈമന എന്നതിന് വലത് എന്നും ഒരർത്ഥമുണ്ട്. നേരെ അതിന്റെ അർത്ഥം ഭാഗ്യമെന്നാണ്. വലത് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ വലതുപക്ഷം, അസ്ഹാബുൽ യമീൻ. ഇതിനുശേഷം പറയാൻ പോകുന്നത് വ്യക്തമായിട്ട് വലതുപക്ഷം. എന്തുകൊണ്ടാണ് ഇവരെ പറ്റി വലതുപക്ഷമെന്നും അധമരായ ഹതഭാഗ്യരെ കുറിച്ച് അസ്ഹാബു ഷിമാൽ ഇടതുപക്ഷമെന്നും അസ്ഹാബുൽ മശ്അമ ഭാഗ്യദോഷികൾ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയാനുള്ള കാരണമെന്ത്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ കാരണം വ്യക്തമാക്കുന്നത് കാണാം. നാളെ ജനങ്ങൾ പരലോകത്ത് 3 വിഭാഗമാകും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. യൻഖസിമുന്നാസു യൗമൽ ഖിയാമത്തി ഇലാ സലാസതി അസ്നാഫ്. അന്ത്യദിനത്തിൽ ജനങ്ങൾ 3 വിഭാഗമാണ്. ഖൗമുൻ അൻ യമീനിൽ അർശി, ഒരു വിഭാഗം അർശിന്റെ വലഭാഗത്തായിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഒരു വിഭാഗം അർശിന്റെ വലഭാഗത്തായിരിക്കും. ഖൗമുൻ അൻ യമീനിൽ അർശി വഹുമുൽ ലദീന ഖറജൂ മിൻ ശിഖ്യാ അവരാദം നബിയുടെ വലതു പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട മക്കളാ, വലതുഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട മക്കളാണ്. വഹുമുല്ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദമൽ ലൈമൻ വയുതൗന കുതുബഹും ബിഐമാനിഹിം. മാത്രമല്ല അവർക്ക് കിതാബ് നൽകപ്പെടുന്നതും വലത്തെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് വലതുപക്ഷം എന്ന് പറയാൻ കാരണം. വയുതൗന കുതുബഹും ബിഐമാനിഹിം. അവർക്ക് കിതാബ് നൽകപ്പെടുന്നത്, ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത്, അവരുടെ കർമ്മരേഖകൾ നൽകപ്പെടുന്നത് വലതു കയ്യിലാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് സജ്ജനങ്ങളെ കുറിച്ച് വലതുപക്ഷം എന്ന് പറയാൻ. ഒന്ന്, നാളെ അർശിന്റെ വലതുഭാഗത്ത് അവരുണ്ടാകുക, വലത്തെ കയ്യിലാണ് കിതാബ് കിട്ടുക. ഇതിന്റെ ഒക്കെ പുറമെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ഒന്നാം ആകാശത്ത് വെച്ച് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ കാണുമ്പോ ആദം നബി അതാ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട്, നല്ല സുന്ദരന്മാരായ കുറെ മക്കളുണ്ട് വലതുഭാഗത്ത്, നീണ്ട ഒരു നിരയിൽ തന്നെയുണ്ട്. കാണാൻ എന്തൊരു ചന്തം! അവരുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ എന്തൊരോമനത്വമാണ്. ആ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാം കുലുങ്ങി 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 ചിരിക്കുകയാണ്. ഊറി ഊറി ചിരിക്കുന്നുണ്ട് വലതുഭാഗത്തേക്ക് നോക്കിയിട്ട്. അതേ രൂപത്തിൽ തന്നെ ഒന്നാം ആകാശത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങൾ അനുഭവിച്ച ഒരു കാഴ്ചയാണ് മിഅ്റാജിന്റെ രാത്രിയിൽ. ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ച മനുഷ്യൻ അതേ സമയം തന്നെ ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. കാരണം ഇടതുഭാഗത്ത് കാണുന്നത് ഒരുപാട് കോലമില്ലാത്ത മക്കൾ, തീരെ കാണാൻ അഴകില്ലാത്ത ല്ലാത്ത മക്കളാണ് ഇടതുഭാഗത്ത് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ തന്റെ യാത്രയിൽ തനിക്ക് ഗൈഡായിട്ട് കൂടെ നീങ്ങുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ല ജിബ്രീൽ, മൻ ഹൗലാ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ? എനിക്ക് മനസ്സിലായി.